ഡെയിലി അലസമാക്കി തീർക്കുന്ന വൈകുന്നേരം ഒന്ന് പ്രൊഡക്റ്റീവ് ആവാൻ നോക്കാം. ചായ തന്നെ തുടങ്ങാം. ചായ വിട്ടൊരു കളിയില്ലല്ലോ. ഇത് തന്നെയാണ് ഏറ്റവും ഊർജ്ജം തരുന്ന സാധനം. എന്നിട്ട് മീൻ വാങ്ങാൻ പോവാം. എന്നും വൈകുന്നേരം പുരയിലെത്തിയിട്ട് ഫോൺ തോണ്ടിയിട്ട് വെറുതെ കെട്ടുമ്പോൾ കിടന്ന സമയത്ത് ഇന്ന് ഞാൻ എന്താക്കി, പുറകിലോട്ട് നടന്നു എന്തുണ്ട് തിരുമ്പാൻ തപ്പി നോക്കി, എല്ലാം റെഡിയാക്കി വെച്ച് ഈ ഒരു ഐറ്റം അതിലേക്ക് ഇട്ട്. ഇത് ഇപ്രാവശ്യം പരീക്ഷണാർത്ഥം വാങ്ങിയതാട്ടോ. പൊടിക്ക് പകരം ഈ ഒരു സാധനം വെച്ചാൽ അടിപൊളിയാണ്. ഇത് പിടിക്കാനും നല്ല സുഖമാണ്. പിന്നെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് തിരുമ്പാനിട്ട്. അപ്പം വിചാരിക്കുന്നുണ്ടാവും കുളിയും നനയൊന്നുമില്ലേ എന്ന്. അതൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പ്രൊഡക്റ്റീവ് അല്ലേ. പക്ഷേ അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇതൊന്നും ചെയ്യാണ്ട് കുളിക്കാൻ നിന്നാലേ ഞാൻ ആകെ വൃത്തികേടാവും. കുക്കിംഗ് ഉണ്ട്, വർക്കൗട്ട് ഉണ്ട്, അങ്ങനെ എന്തോരം കാര്യങ്ങൾ. അതുകൊണ്ട് വന്നപാടെ കൈ മുഖമൊക്കെ കഴുകിയിട്ട് തലേന്ന് ഒന്നും ആക്കാണ്ട് വെച്ച ഡ്രസ്സ് പിന്നെ എടുത്തിട്ട് നേരെ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങി. ഈയിടെയായിട്ട് കാര്യമായിട്ട് കുക്കിങ്ങിലേക്ക് ഇറങ്ങിയോണ്ട് തന്നെ ഇടക്കിടക്ക് ഇതുപോലെ ഒരു അപ്പം കൈമ കിട്ടും. വലിയ രസമുള്ള പരിപാടിയല്ല, എന്നാലും സാരില്ല. ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. അതെ, വർക്കൗട്ട്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ഇപ്പം ഞാൻ ചെയ്യലുള്ളൂ. അത്രയും മടിയാണ്. പക്ഷേ ഇന്ന് രണ്ടും കൽപ്പിച്ചിട്ടാണ്. ഞാൻ സ്ഥിരമായിട്ട് കാണാനുള്ള കുറച്ച് പേജുകളാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പം റീസെൻ്റായിട്ട് ഞാൻ ഈ ചേച്ചീൻ്റെ ക്ലാസ്സാണ് കാണൽ. എന്താണ് ഡാൻസ് വിത്ത് ദീപ്തി. ആളുടെ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമായി. നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഞാനൊരു 2 മാസം മുമ്പ് കണ്ടിന്യൂസ് ആയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല മാറ്റം ഉണ്ടായിരുന്നു. പക്ഷെ മടിയായത് കാരണം നിർത്തിപ്പോയി. ഇത് ഞാൻ പണ്ട് കാണലുള്ളത്. ഇതെനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ മനുഷ്യന്മാരല്ലല്ലോ ചെയ്യുന്നത്, എന്തെങ്കിലും പറ്റിയാലോ എന്ന് പേടിച്ചിട്ട് അത് നിർത്തി. പിന്നെ അതെ ഇയാളുടെ വീഡിയോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 10 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ഭയങ്കര എഫക്റ്റീവാണ്. നല്ല വൃത്തിക്ക് സംഭവം പറഞ്ഞിരുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ മിക്സാക്കി ഇടയ്ക്ക് കാണാം. ഒരേ ആളെ തന്നെ ആകുമ്പം ബോറടിക്കും. അതിനുശേഷം കുളി നനയൊക്കെ കഴിഞ്ഞ് നേരെ ടേബിൾ മേലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. ദിവസവും കുറേ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കുണ്ടാവും. പക്ഷെ അതിലെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റാറേ ഇല്ല. എല്ലാം പോയിട്ട് ഒന്ന് മാത്രമേ അധികം ചെയ്യുക. ചില ദിവസം അലസമായിട്ട് കിടന്നുറങ്ങും. ഇന്നതിലെല്ലാം കുറച്ചെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ആദ്യം തന്നെ ലാപ്പ് എടുത്ത് ചെയ്യാനുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് തീർത്ത് അതിനുശേഷം ഞാനൊരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പൊട്ടിച്ചു നോക്കി. ഇതിൻ്റെ റിവ്യൂ അടുത്ത വീഡിയോയിലിടാം കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. നമുക്കിന്ന് പ്രൊഡക്റ്റീവ് ആവണ്ടേ. പിന്നെന്താ, കുറേ എഴുതാനും പിടിക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടി അങ്ങോട്ടിരുന്നു. എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് ഇരുന്ന് എഴുതുക എന്നുള്ളത്. സംഭവം കുറച്ച് നോട്ട്സ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടാക്കി. പിന്നെ ബാക്കി പരിപാടിയൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഇതങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാൻ വിചാരിച്ചു. എഴുതുമ്പോൾ പലപ്പോഴും പകുതിക്കൊന്ന് ഞാൻ നിർത്തി എണീറ്റ് പോകാറുണ്ട്. അത്രയും മടിയാണ് എനിക്ക് ഈ കാര്യം. ടൈപ്പിംഗ് ഒക്കെ വന്നതിന് ശേഷം അതുമ്പോൾ തന്നെയാണ് മുഴുവൻ സമയം ഇരിക്കാറുള്ളത്. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചായി. അത് കഴിയുമ്പോഴത്തേക്ക് പൈക്കാൻ തുടങ്ങി. പിന്നെന്താ, തിന്നാൻ വേണ്ടിയിരുന്നു. ഞാൻ തന്നെ ഉണ്ടാക്കിയ പത്തിരി മീൻകറി നല്ലോണം വയറ് നിറച്ച് തിന്ന്. ഈയിടെയായിട്ട് കുക്കിംഗ് ചെയ്ത് കുറച്ച് ടേസ്റ്റൊക്കെ വരുന്നുണ്ട് തോന്നിയതിന് ശേഷം ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതിന് ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് കാണുമ്പോഴുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് ക്ലാസ് കാണാൻ തുടങ്ങി. സൈലത്തിലെ ക്ലാസ് തന്നെയാണ് ഞാനിപ്പോഴും അറ്റൻഡ് ചെയ്യാറുള്ളത്. എൻ്റെ PSC മോഹങ്ങൾ എവിടെയെങ്കിലും നടക്കുമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറകെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ അത് കാണും. ഇന്നത് കാണാമെന്ന് വെച്ചു. പിന്നെയുള്ള പരിപാടിയായിരുന്നു കുറേ നാളായിട്ട് ഉണ്ടാക്കണം വിചാരിച്ചിരിക്കുന്ന സംഭവം. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ ഉണ്ടാക്കണം എന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അതെ, വിഷൻ ബോർഡ് 2025 കഴിയാനായി. ഇപ്പോഴാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. സാരമില്ല, 26 ആകുമ്പോൾ ഇതൊന്ന് മിനുക്കപ്പണി ചെയ്താൽ മതിയല്ലോ. എൻ്റെ കൈമിലുള്ള കുറേ സാധനങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. എന്തൊക്കെയോ വെട്ടിയും പൊറുക്കിയും സംഭവം ഉണ്ടാക്കി. ഈ 2025 ഒഴികെ ബാക്കിയെല്ലാം ഞാൻ സാറ്റിസ്ഫൈഡാണ്. 25 എഴുതിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. സാരമില്ല, മാറ്റിക്കളയാം. ലാസ്റ്റ്ലി എന്ത് ചെയ്തു, പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് ഒരു ഫിലിം അങ്ങോട്ട് പ്ലേ ചെയ്തു. പണ്ടത്തെ ഏതോ സിനിമ. കുറച്ച് വൈബൊക്കെ പിടിച്ച് മെല്ലെ കിടന്നുറങ്ങാൻ പോയി.